എനിക്ക് പണി വയ്ക്കാൻ വേണ്ടി കേട്ടോ, എനിക്കിട്ടൊരു പണി തരാൻ വേണ്ടി വേണ്ടിയാണ് ഈ നാറ്റം പിടിച്ച സാധനത്തിനെ പറഞ്ഞു വിട്ടത്. അതാണെന്ന് മനസ്സിലായി. അതാണ് ഇത്ര സ്മെല്ല് മുമ്പ്. അതാണ് ഇവിടെ ദഹിപ്പിക്കുന്നു. ഞാൻ അവിടെ നിന്ന് പോയി, ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത് ഇത് നടന്നാൽ ഇവിടെ ഇരുന്നോടെന്നല്ലേ പറഞ്ഞു. ഞാൻ പോയി. നിനക്ക് ദൈവം അംഗീകരിക്കൂ. ജീവനോടായിരുന്നപ്പം അങ്ങനെ വിളിച്ചു. എന്തൊരു നാറ്റം, പറഞ്ഞിട്ട് വല്ല മാനവമാനം ഉണ്ടാ. ഇപ്പോൾ ജീവനോടെ വല്ല കേസെങ്കിലും കൊടുക്കാം. ഞാൻ വിചാരിച്ച പോലെ തന്നെ ചാവ് നാറ്റം പിടിച്ച. അമ്പോ എന്തൊരു സ്മെല്ലെന്ന് പറഞ്ഞാൽ. അപ്പോ ഞാൻ പറഞ്ഞു വിട്ടിരിക്കണം എൻ്റെ അടുത്ത്. സമാധാനപ്പെട്ടിരുന്നു. യവനായിരുന്നു മനസ്സിലായില്ലേ? സമാധാനപ്പെട്ടിരുന്നോ? അത് പിന്നെ ഇപ്പോഴത്തെ പറഞ്ഞുണ്ട് ഇവനോളും കൂടെ ഇപ്പം ആളെപ്പിടി കിട്ടി. എന്നിട്ട് ഞാൻ പറയുന്നു, അവനാണെങ്കിൽ അവന് 300 കാമുകിമാരുണ്ട്. അവൻ അവിടെ പോയിട്ട് ചിലപ്പോൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും വരുള്ളൂ ഇവിടെ. ഇവിടെ 1-2 ആ സമയത്ത് ഇതുപോലെ ആയിരുന്നു. എന്നാലും ഇങ്ങനെയും ചുറ്റിപ്പറ്റി എത്ര ദിവസം കൊണ്ട് ഞാൻ ഈ നാറ്റ സൈക്കിളെന്ന് അറിയാമോ? കുളിക്കാൻ നിറയ്ക്കാതെ ഇവിടെ തന്നെ ഇത്രയും ദിവസം കിടന്നു അറിയാമോ? അതിലൊക്കെ തന്നെ കയറ് അമ്മേനെ കേൾപ്പിച്ചു. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ അപ്പോ എന്തൊരു സ്മെല്ല്. അത്ര മാറ്റം പിടിച്ച ദൈവങ്ങൾ അങ്ങനെ ഇരിക്കുമോ? ഇങ്ങനെ എന്നെ അലന്നുകൊണ്ട് കിടക്കും. ഇങ്ങനെയുള്ള ദുഷ്ട കൂട്ടകൾ ഇങ്ങനെ എന്നെ അലന്നുകൊണ്ട് കിടക്കും. എൻ്റെ അടുത്തൊന്ന് റൗണ്ട് അടിക്കണം എന്തെന്ന് മനസ്സിലായി. എന്തിനോ പണി വയ്ക്കാനാണ്. ശരി തരാം. ഞാനിത് ആര് ഇപ്പോഴല്ലേ എനിക്ക് പിടി കിട്ടിയത്. ശരിക്ക് തരാം. ഓക്കെ ബൈ. എന്നിട്ട് ഞാൻ പിന്നെ പറയാം കേട്ടോ. നാളെ മാറ്റം പിടിച്ചത് ഇതിലാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഭാഷ വേറെയാണ്. ആരെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ലൂ കാണിച്ചത്. അയ്യോ പിന്നെ എന്തോന്നു എന്നെ കൊല്ലിനെ വാരി വരി 16 എന്നെ കൊല്ലിനെ. മറ്റേ തുണിയും പൊക്കി കാണിച്ച് എൻ്റെ സ്റ്റോറിയിലുണ്ട്. നീ ആയിരുന്നില്ലേ? ശരിയാക്കി തരാം. അത് എൻ്റെ അടുത്ത് ഈ പറഞ്ഞ വിട്ടവളക്കും കൊടുക്കും. എന്നാ എൻ്റെ സ്റ്റോറിയിൽ നോക്കേ. അമ്മൂമ്മയായിരുന്നു കേട്ടോ. നോക്കി ബാഗ് മണം ഉണ്ടാവും.